അങ്ങനെ കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു, യാ ബുനൈ ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇലാ മതാ തശ്രിബു ഹാദിഹിൽ ഖംറാ, നീ എത്ര കാലം ഈ മദ്യപാനം തുടരുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കണേ. അതിന്റെ പുറത്തേക്ക് വന്നു. അവന്റെ തല അത് കഴുതയുടെ തലയാകുന്നു. അവന്റെ മേനി ശരീരമാകുന്നത് മനുഷ്യന്റെ ശരീരവുമാണ്. നമ്മുടെ നാട്ടിലുണ്ടാവും കുറെ ആൾക്കാർ, നമ്മുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുമ്പോ അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞുതരാൻ വരും. അത് പറഞ്ഞു തരുന്ന സമയത്ത് അവരെ പുച്ഛിക്കുക, അവരെ നിസ്സാരപ്പെടുത്തുക. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയാനായിക്കോ എന്ന് പറഞ്ഞ് അത് ആര് തന്നെ ആയാലും നമ്മുടെ അടുക്കലുള്ള തെറ്റ് ഒരാൾ പറഞ്ഞു തരുമ്പോ അത് അംഗീകരിക്കാതെ അതിനെ ന്യായീകരിച്ചാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അദബുൽ മുഫ്രദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് ഒരു താബിഈന്റെ ചരിത്രം പറയുന്നത് കാണാം. താബിഈങ്ങളിൽപ്പെട്ട അബ്ബാം ഇബ്നു ഹൗശബ് എന്ന് പറയുന്ന മഹാൻ, ഈ മഹാനവറുകൾ ഒരു ഗോത്രത്തിനെ മറവ് ചെയ്യുന്ന ഒരു ഖബർസ്ഥാനിന്റെ അരികിലെത്തിയപ്പോൾ മഹാനവറുകൾ പറയാ, ഫലമ്മാ കാന ബഅദൽ അസ്രി ഇൻശഖ ഖബറുൻ മിൻഹാ, ആ ഖബർസ്ഥാനിൽ നിന്നുള്ള ഒരു ഖബർ ഇങ്ങനെ തുറന്നു. എന്നിട്ട് ഒരു റജുൽ അതിന്റെ പുറത്തേക്ക് വന്നു. അവന്റെ തല അത് കഴുതയുടെ തലയാകുന്നു. അവന്റെ മേനി ശരീരമാകുന്നത് മനുഷ്യന്റെ ശരീരവുമാണ്. എന്നിട്ട് കൈതങ്ങനെ കരയുന്നത് പോലെ അവനിങ്ങനെ കരയാൻ, കൈതയുടെ ഒച്ചയിൽ ഇങ്ങനെ കരയുന്നു. പിന്നെ അവനെയും കൊണ്ട് ഖബർ മൂടുന്നു. ഇത് എല്ലാ ദിവസവും ഉണ്ടാകുന്നു എന്നാണ് മഹാനവറുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് എല്ലാ ദിവസവും ഇവിടെ കാണുന്ന പതിവാണ്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ആരാണിത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു, അതാ കുറച്ചപ്പുറത്തിങ്ങനെ നൂല് കൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുന്ന, നൂറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധയെ നിങ്ങൾ കാണുന്നില്ലേ? അതെ, കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതെ, അത് അവരുടെ മകനാണ്. അപ്പൊ മഹാനവറുകൾ അവരുടെ അടുക്കേക്ക് പോവാൻ, അവരുടെ അടുക്ക പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചോദിച്ചപ്പോ പറയാൻ, കാന യശ്രിബുൽ ഖംർ, കള്ളു കുടിക്കുന്ന ആളായിരുന്നു. ഫൈദാ റജഅ, അങ്ങനെ കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞു, യാ ബുനൈ ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇലാ മതാ തശ്രിബു ഹാദിഹിൽ ഖംറാ, നീ എത്ര കാലം ഈ മദ്യപാനം തുടരുമെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കണേ. നീ മരിച്ചു പോകും, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാനുണ്ട്, ആ ബോധം വേണേ മോനെ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഉമ്മയോട് പറഞ്ഞു, ഇന്നമാ അന്തി തൻഹീന കമാ യൻഹഖുൽ ഹിമാ, അള്ളയെ നിർത്ത്, നിങ്ങളുടെ ഈ അലർച്ച കണ്ടിട്ട് കൈത അലർന്ന പോലെ, കൈത കരയുന്നത് പോലത്തെ ഒരു കരച്ചിൽ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും അന്നേ രാത്രി തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്തു. ഒരു അസറിന് ശേഷമാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ മരിച്ച് അയാളെ മറവ് ചെയ്തത് മുതൽക്ക് എല്ലാ അസറിനും ഇതേ അവസ്ഥയാണ്. എന്താ സംഭവിച്ചത്? ഒരു ഉമ്മ ഉപദേശം കൊടുത്തപ്പോ ആ ഉപദേശം ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവരെ പുച്ഛിക്കുകയും ചെയ്യും. ഉമ്മയാവട്ടെ ആരോ ആവട്ടെ, ഉപദേശം നൽകിയാൽ അത് ആര് തന്നെ നൽകിയാലും ഉൾക്കൊള്ളാൻ ഒരു മനസ്സുണ്ടാവണം, അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം.